സൂഫി സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു പാട്ടെഴുത്തുകാരനുണ്ട് UAE-യിൽ, ഇബ്രാഹിം കാരക്കാട്. ദസ്തഗീർ എന്ന ആദ്യ ആൽബം മുതൽ ഇബ്രാഹിമിൻ്റെ എല്ലാ പാട്ടുകളും പ്രവാസികൾ ഏറ്റെടുത്തതാണ്. യാ സാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദുൽ ഖാദിരി യാ സാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദുൽ ഖാദിരി. ഇത് ഒരു തുടക്കമായിരുന്നു. ദസ്തഗീറിൽ മാത്രം 9 പാട്ടുകൾ എഴുതി. പിന്നീട് ഇങ്ങോട്ട് നിരവധി ആൽബങ്ങളും പാട്ടുകളും. 300-ലധികം പാട്ടുകൾ എഴുതി കഴിഞ്ഞു ഇബ്രാഹിം കാരക്കാട്. അഖിലാണ്ട പാലകനെ അഹദായ തമ്പുരാനെ അനന്തമാം ദുനിയാവിൽ മതി മറന്നാടി ഞാനെ. അഖിലാണ്ട പാലകനെ അഹദായ തമ്പുരാനെ അനന്തമാം ദുനിയാവിൽ മതി മറന്നാടി ഞാനെ. മാപ്പരുളൂ നീ അല്ലാ കാവലേകിട് അല്ലാ, നിന്നിൽ തേടുകയാണേ കൃപ ചൊരിയൂ നീ അല്ലാ. ഗിലാണ്ട പാലകനെ അഹദായ തമ്പുരാനേ. സൂഫി സംഗീതത്തിന്റെ വിശുദ്ധിയും ഭക്തിയുമാണ് ആ വഴിയിലേക്ക് തിരിയാൻ പ്രധാന കാരണം. ഗുരു ഷെയ്ഖ് മുഹമ്മദ് ബാവ ഉസ്താദും സൂഫി ഗാനങ്ങൾ എഴുതാൻ പ്രചോദനമായി. സൂഫി സംഗീതം എന്ന് പറയുമ്പോൾ ദൈവത്തിനോടുള്ള അനുരാഗം, ആ അനുരാഗത്തിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും പ്രവാചകരോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അവിടുത്തെ കോടിക്കണക്കിന് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ട്, അവരോടുള്ള സ്നേഹവും മുഹബത്തൊക്കെ അടുപ്പിച്ചുകൊണ്ട് 2 ലോകത്തും വിജയിക്കുവാനുള്ള ഒരു മാർഗമാണ് സൂഫി മാർഗം എന്ന് പറയുന്നത്. അതിലൂടെ കാവ്യമായും ഒക്കെ ആയിട്ട് സംഗീതമായിട്ട് ഒഴുകുന്ന ഒരു ധാരയാണ് സൂഫി സംഗീതം. അറബിയും ഹിന്ദിയും മലയാളവും ചേർത്തിണക്കിയാണ് സൂഫി പാട്ടുകൾ എഴുതുക. KG മർക്കോസ്, കണ്ണൂർ ഷെരീഫ്, ആദിൽ അത്തു, ഹിഷാം, സിന്ധു പ്രേംകുമാർ, റൈഹാന മുത്തു, ഇങ്ങനെ ഇബ്രാഹിമിന്റെ പാട്ടുകൾക്ക് ശബ്ദം നൽകി അതിമനോഹരമാക്കിയ ഗായകരുടെ പട്ടിക നീളും. എൻ്റെ പാട്ടുകളൊക്കെ സംഗീതം ചെയ്യുന്നത് കോഴിക്കോട് അബൂബക്കർ, അതുപോലെ തന്നെ അഷ്റഫ് മഞ്ചേരി, അൻവർ അമൻ, ഷെരീഫ് വട്ടേക്കാട്, അങ്ങനത്തെ ഒരുപാട്, അതുപോലെ തന്നെ കൊച്ചിൻ ഷമീർ, ഇവരൊക്കെയാണ് എൻ്റെ പാട്ടുകളൊക്കെ സംഗീതം ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ഷെരീഫ്, മാർക്കോസ്, ആദിൽ അത്തു, അതുപോലെ തന്നെ ഹിഷാം അബ്ദുൽ വഹാബ്, സിന്ധു പ്രേംകുമാർ, റൈഹാന മുത്തു, നജീം അർഷാദ്, അൻവർ സാത്ത്, ഷമീർ ചാവക്കാട്, സിയാഹുൽ ഹക്ക്, യൂസുഫ് കാരക്കാട്. സൂഫി പാട്ടുകൾക്കൊപ്പം പാരടിയും താരാട്ടുപാട്ടും പെരുന്നാൾ പാട്ടുകളുമെല്ലാം പിറന്നിട്ടുണ്ട് ഇബ്രാഹിമിന്റെ വരികളിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം മണ്ഡലമായ പട്ടാമ്പിയിലെ 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ഇബ്രാഹിം പാട്ടുകൾ എഴുതി. പട്ടാമ്പി വളരുകയായി, മുഹസിൻ വീണ്ടും സാരഥിയായി, വികസനമായി സ്വാന്തനമായി, സ്നേഹനിലാമഴയായി. പട്ടാമ്പി മണ്ഡലത്തെ പിടിച്ചടക്കുവാൻ വന്ന യോദ്ധാവ് മുക്കോളിവരാണ് എന്നും വർഗീയ ഫാസിസ്റ്റിൻ്റെ കുതന്ത്രങ്ങൾക്കെതിരായി പോരാട്ടം നയിച്ചവരാണ്. പട്ടാമ്പി മണ്ഡലത്തെ പിടിച്ചടക്കുവാൻ വന്ന യോദ്ധാവ് മുക്കോളിവരാണ് എന്നും വർഗീയ ഫാസിസ്റ്റിൻ്റെ കുതന്ത്രങ്ങൾക്കെതിരായി പോരാട്ടം നയിച്ചവരാണ്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഇബ്രാഹിമിന്റെ വക ആൽബങ്ങൾ ഉണ്ടാകും. പോറ്റുനാടിനോടുള്ള കടപ്പാടും നന്ദിയും ആ വരികളിലൂടെ വിവരിക്കും ഇബ്രാഹിം. UAE നാഷണൽ ഡേ പ്രമാണിച്ച് ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് 4ഓളം ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. പോറ്റി വളർത്തിയ നാടാണല്ലോ ഇമറാത്ത്, ഇമറാത്ത് പാരിലെ പൂർണ്ണവി പ്രഭയാണല്ലോ ഇമറാത്ത്, ഇമറാത്ത് നാനാദേശക്കാരുടെ വാസസ്ഥലമാണല്ലോ ഇമറാത്ത്. നന്മ നിറഞ്ഞൊരു ഭരണത്താലെ നിർവൃതി പൂണ്ട ഇമറാത്ത്, ഇമറാത്ത്, ഇമറാത്ത്. പട്ടാമ്പി കാരക്കാട് സ്വദേശി ഇബ്രാഹിം ദുബായിലെത്തിയിട്ട് വർഷങ്ങളായി.
അൽബർഷയിൽ നാത്തൂറായിട്ടായിരുന്നു ആദ്യ ജോലി. ഇപ്പോൾ ഒരു പ്രമുഖ സ്വകാര്യ സ്ഥാപനത്തിലെ സെയിൽസ് വിഭാഗത്തിൽ. സാധനങ്ങൾ വിൽക്കാനുള്ള ഓരോ യാത്രയിലും പാട്ടും വരികളും ഇബ്രാഹിമിലേക്ക് ഒഴുകിയെത്തും. ചിലപ്പോൾ കാർ ഒതുക്കി നിർത്തി വരികൾ കുറിച്ചിടും. അത് നമ്മൾ ഒരു സബ്ജക്റ്റ് തരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പേപ്പറും പേനയുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ പിന്നെ മൊബൈലായി. സിന്ധു പ്രേംകുമാർ പാടിയ പാട്ട് സത്യത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, എൻ്റെ ഒരു സുഹൃത്തൊരു പാട്ട് എഴുതണം പറഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എഴുതിയൊരു പാട്ടാണ്. എഴുതുകയെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ തന്നെ ഞാനത് പാർക്ക് ചെയ്തിട്ട് ഞാനത് പെട്ടെന്ന് കുറിച്ച് വെച്ചു. അങ്ങനെ ജുമൈറയിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു സമയത്ത് എഴുതിയ പാട്ടാണ് ഞാൻ. കോഴിക്കോട് അബൂബക്കർ, അൻവർ അമൻ, അഷ്റഫ് മഞ്ചേരി, ഷെരീഫ് വട്ടേക്കാട്, കൊച്ചിൻ ഷെരീഫ് തുടങ്ങിയവരാണ് പാട്ടുകൾക്ക് സംഗീതം പകരുക. വ്യവസായി നെല്ലറ ഷംസുദ്ദീന്റെ പൂർണ്ണ പിന്തുണയാണ് മറ്റൊരു കരുത്ത്. കൊറോണ കാലത്തെക്കുറിച്ച്, പ്രവാസി സംഘടനയായ KMCCയെക്കുറിച്ച്, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് ഇബ്രാഹിം. ഭാര്യയും മക്കളും നാട്ടിൽ. ഉമ്മയെക്കുറിച്ചുള്ള ഒരു ആൽബത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഇബ്രാഹിം കാരക്കാട്. സ്വന്തം മകളെക്കുറിച്ചാണ് ഇബ്രാഹിം താരാട്ടുപാട്ട് എഴുതിയത്. ഫാത്തിമനുപുരാ പൂമോളെ, അല്ല കനിഞ്ഞൊരു കൺമണിയെ, അൽഹംദുലില്ലാഹി പരാപരനെ, അൽഹംദുലില്ലാഹി പരാപരനെ.